ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. മത്തായി 6:12. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മോട് കടംപെട്ടിരിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെയാണ് നമ്മുടെ കടങ്ങളും ക്ഷമിക്കപ്പെടുന്നത്. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നമ്മൾ വായിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിന് കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനെ യഹൂദന്മാരുടെ രാജാവായി കാണിക്കുന്നു. ആ നിലയ്ക്ക് അവൻ അവരുടെ വീണ്ടെടുപ്പുകാരനായ ചാർച്ചക്കാരനാണ്. ഇസ്രായേൽ ഒരാൾ തൻ്റെ വസ്തുവോ ആളിനെയോ വിറ്റാൽ ഏറ്റവും അടുത്ത ജാതിക്ക് വീണ്ടെടുക്കാനുള്ള അവകാശമുണ്ട്. ഏറ്റവും അടുത്ത ജാതിക്ക് അവകാശത്തിൽ മുൻഗണനയുണ്ട്. ഈ അവകാശം ബോവസ് ഉപയോഗിച്ചതായി രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം മനുഷ്യനെ തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനിയാക്കി. എന്നാൽ ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ തന്നെയും തൻ്റെ അവകാശങ്ങളെയും തിന്മയുടെ ശക്തിക്ക്, അതായത് പിശാചിന് വിറ്റു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു ആർഗ്യുമെന്റാണ് നടത്തുന്നത്. അതുപോലെ 6-ാം അധ്യായത്തിലും ഒക്കെ നമുക്കത് വായിക്കാം. അതുകൊണ്ട് പിശാച് ഈ ലോകത്തിന്റെ പ്രഭുവും ദൈവവുമായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എല്ലാവർക്കുമായിട്ട് മറുവിലയായി തന്നെ താൻ ഏൽപ്പിച്ചു. അവന്റെ രക്തത്താൽ മനുഷ്യന് വീണ്ടെടുപ്പുണ്ടാകുന്നു. നമ്മുടെ ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനാകേണ്ടതിന് ക്രിസ്തു മനുഷ്യനായി തീർന്നു. നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിന്റെ 12-ൽ ഇസ്രായേൽ രാജാവിനെ തൻ്റെ ജനത്തെ വീണ്ടെടുക്കാൻ വരുന്ന ജ്ഞാതിയായി, ചാർച്ചക്കാരനായി ചിത്രീകരിച്ചിരിക്കുന്നു. വീണ്ടെടുപ്പുകാരൻ അതിനാലാണ് ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിച്ചു തരണമേ എന്ന് പറയാൻ കാരണം. എന്നാൽ വിശുദ്ധ ലൂക്കോസ് അവനെ മനുഷ്യപുത്രനായി കാണിച്ചിരിക്കുന്നു. മനുഷ്യപുത്രൻ എന്ന നിലയിൽ നമ്മുടെ പാപങ്ങളെ മോചിപ്പാൻ അവന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നുള്ള വാക്കുകൾ ലൂക്കോസ് 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മോടുള്ള ക്ഷമയുടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നത് പ്രത്യേകം ഓർക്കണം. മത്തായി 6-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം ഒക്കെ വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കുറച്ചും കൂടെ വിശദീകരണം അവിടെ നമ്മൾ അതിനെ കാണുന്നു. അത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കാരണമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാപക്ഷമ പ്രാപിച്ചവരല്ലെങ്കിൽ നമുക്ക് ദിനംതോറും ലഭിക്കുന്ന ഭൗമിക ആഹാരം കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടിക്ക് ലഭിക്കുന്ന ആഹാരം പോലെ മാത്രമാണ്. നമ്മൾ ദിനംതോറും ആഹാരം ആവശ്യപ്പെടുന്നത് നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ മതിയായവനാണ്. നമ്മൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത കുറവുകളെയും വീഴ്ചകളെയും മനഃപൂർവ്വമായി ക്ഷമിക്കാൻ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ദൈവം നമ്മെ മാനിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. മറ്റുള്ളവരുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളും
ക്ഷമ പ്രാപിക്കുന്നവരായും ക്ഷമ നൽകുന്നവരായും തിരുമുൻപാകെ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തിൽ വസിപ്പാൻ ഇടയാക്കണം. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ അടിയങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടാതെ കാത്തുകൊള്ളണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.